അപ്പൊ അങ്ങോട്ടേക്ക് പോണം. അവിടെ ഒത്തിരി പീജൻസ് ആണെന്നൊക്കെ പറയണു. ഞാൻ കുറച്ച് കണ്ടായിരുന്നു. ശരിക്കും ഒരു ബിസിനസ് ഒന്നും അല്ലേ? പീജന് ഞാൻ രണ്ടെണ്ണത്തിനേ ഉണ്ടുള്ളൂ. നമ്മള് പീജൻ വാലിയിൽ വന്നിട്ട് അവിടെ നിന്ന് പ്രാവ് പറക്കണ കണ്ടില്ലല്ലോ. അതിൻ്റെ മുകളിൽ നിറച്ച പ്രാവാണുള്ളത്. പിന്നെ ഇവിടുത്തെ എന്തോ ആചാരം വന്ന് തോന്നുന്നു. ഈ കാണുന്ന മരങ്ങളിലൊക്കെ ഇവര് ഈ മറ്റേ അത് നമ്മുടെ നാട്ടിൽ ആണി അടിച്ച് യക്ഷനെ തൂക്കും പോലെ ഇവിടെ എന്തൊക്കെയോ ഈ വിളൈസൊക്കെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ അങ്ങനെ മറ്റേ ഐ വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്. അത് എന്തോ ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. എന്താ അത് വെള്ളത്തുണിയാണോ ഹന്ന? എന്താ വെള്ളത്തുണിയും അതിൻ്റെ കൂടെ മറ്റേ അയ്യങ്ങടെ കെട്ടിയിട്ടേക്കുവാണ്. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇത് വൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. തലമുടി കെട്ടുന്ന ബുഷ് ഒക്കെ ഉണ്ട്. തലമുടിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അറിയില്ല. പിന്നെ ഇവിടെ സുവനീഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കളർഫുൾ ഹിമ ഇതൊന്നും തുടരുത്. ഇതിൻ്റെ ഇതാട്ടോ, കളർഫുള്ളായിട്ടുള്ള ബാൻഡിൽ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കളർഫുൾ വന്നത്. കളർഫുൾ ഐസൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇതെന്ത് ആചാരമാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇവിടെ ഒത്തിരി പോട്ടറി മേക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് മൺകൂമ്പാരാന്ന് തോന്നുമെങ്കിലും ഇത് മൺകൂമ്പാരല്ല. അത് അയാൾ പോണ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ പാറയാണ്. വോൾക്കാനിക് റോക്സ് എന്നാണ് നോക്കിയപ്പോൾ കണ്ടത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതൊരു വില്ലേജാണ് ആ കാണുന്നത്. ഉച്ചിസർ എന്ന് പറഞ്ഞ വില്ലേജാണ് ആ കാണുന്നത്. ഒരു ടൗണാണ്. ഗോരോമിൽ മീൻസ് കപ്പഡോക്കയിൽ തന്നെ ഒരു ടൗണാണ്. ഉച്ചിസർ എന്ന് പറഞ്ഞൊരു ടൗണാണ് സെലക്ട് ചെയ്ത്. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് വഴി ഒത്തിരി ദൂരമുണ്ട്. അവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് പീജിയൻ വാലി. പീജിയൻ വാലി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ വീടൊക്കെ ആയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു തോന്നി. അവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊക്കെ മൺകൂമ്പാരല്ല കേട്ടോ, അതൊക്കെ റോക്കാണ്. റോക്ക് ഇത് ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇലകളൊക്കെ ഉണങ്ങി മീൻസ് ഇതായിപ്പോയി. നമ്മൾ ഇച്ചിരിയുടെ ഇതിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇതേ കാണുന്ന ഉണങ്ങി നിൽക്കണ ഇലകളെല്ലാം നല്ല പച്ചപ്പി കാണാനായിട്ട് പറ്റും. നല്ല രസമൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവരുടെ പോട്രി മേക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ. ഇവിടെ കല്ലുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കല്ലൊക്കെ അത് ആപ്പിളിൻ്റെ ഷേപ്പിലൊക്കെ ഷേപ്പ് ചെയ്തിട്ട് കല്ലുകളുണ്ട്. പിന്നെ കല്ലിൽ മാർബിൾ റോക്സ്, പൂച്ച, മുയൽ, ആന, ഡക്ക് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഈ കാണാണ് ശരിക്കും പറഞ്ഞാൽ പീജിയൻ വാലി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒത്തിരി പീജിയൻസൊക്കെ ഉണ്ട്. പനോരമയ്ക്ക് വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ മലനിരകളുടെ പ്രത്യേകത ഇങ്ങനെയാണ്. നല്ല ഭംഗിയിലാണ്. കളിമണ്ണ് മീൻസ് മണ്ണ് കൂമ്പാരം പോലെ നമുക്ക് തോന്നും, പക്ഷേ മലനിരകളാണ്. കപ്പഡോക്യയിലുള്ള പീജിയൻ വാലി. നമ്മളങ്ങനെ പീജിയൻ വാലി കണ്ടു. ഇവിടെ പീജിയൻസിന് എല്ലാവരും തീറ്റ കൊടുക്കണമുണ്ട്. എല്ലാ വീതിക്കടെ പറന്ന് നടക്കുവാണ്. ഒത്തിരി പീജിയൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വീതിക്കടെയൊക്കെ ഒത്തിരി പീജിയൻസ് പറന്ന് നടക്കുന്നുണ്ട്. നമ്മൾ പോവുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ പൂച്ചേനെയും പട്ടിനെയൊക്കെ കാണാൻ നല്ല രസമാണ്. ഹിമയാണെങ്കിൽ എല്ലാത്തിൻ്റെ പുറകെ കിടക്കുവാണ്. നമുക്കിനി ഒത്തിരി സ്ഥലം ഇവിടെ പോകാനുണ്ട്. അപ്പോൾ ഇതാണ് പീജിയൻ വാലിയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ഈ കാണുന്നതാണ് പീജിയൻ വാലി. ആ കാണുന്നത് ഉച്ചിസർ എന്ന് പറഞ്ഞൊരു ടൗണാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കയറട്ടോ. കയറുവാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ഇടത്തിലേക്ക് പോകണം. ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യണു.
ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എല്ലാ സുവനീഴ്സിനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല പ്രൈസാണ് ഇവിടെ. നമ്മൾ സാധാരണ മേടിക്കുന്നതിനെക്കാട്ടിലും 3 ഇരട്ടി 4 ഇരട്ടി പ്രൈസ് കൊടുക്കണം. ഇവിടുത്തെ ആകാശം കാണാൻ നല്ല രസമുണ്ട്. രാവിലെ നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ മാറി തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ സുഖമുണ്ട്. തണുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ എടുത്തേക്കണ റെൻ്റേ കാറാണിത്. പുറമേന്ന് വരെ പീജൻസാണ് ഇതേ പറന്ന് നടക്കണമെന്ന് മൊത്തം. കുറേ പീജൻസ് ഉണ്ട് ഇവിടെ. ആൾക്കാർ ഇവിടേക്ക് തീറ്റ കൊടുക്കണോണ്ട് ആ വാലിയിൽ നിന്ന് പറന്ന് വന്ന് ഇവിടെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. നിറച്ചുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ പീജൻ വാലിയിൽ നിന്ന് തിരിച്ചു പോവാണ്. ബൈ.